Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah. Allahu Akbar, Allahu Akbar. Walillahil hamd. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi wa kafa, wassalatu wassalamu ala ashrafil mustafa wa ala alihi shurafa, amma ba'd. Qala Allahu ta'ala fil Qur'anil Majid, wa ta'awanu 'alal birri wat taqwa wa la ta'awanu 'alal ithmi wal 'udwan. Sadaqallahul aliyyil azim. Wa qala nabiyyuna Muhammadun sallallahu alayhi wa sallam, man asa yawmal 'eid ഫകഅന്നമാ അസാ യൗമൽ വഈദ്. ഏറെ സ്നേഹാദരവ് നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റമദാൻ ക്വിസിലേക്ക് സ്നേഹപൂർവം, സഹർഷം, സഹൃദയം സ്വാഗതം. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിൻ്റെ രാപ്പകലുകളിൽ സുഹൃതങ്ങൾ ചെയ്ത്, ധാരാളം നന്മകൾ ചെയ്ത്, പ്രഭാതം മുതൽ പ്രദോഷം വരെ വ്രതമനുഷ്ഠിച്ചും റമദാനിൻ്റെ രാവുകളിൽ ഇലാഹിയായ മാർഗത്തിൽ നന്മകൾ സമർപ്പിച്ചും വളരെ ത്യാഗോചരമായ നന്മകളും സുഹൃതങ്ങളും ചെയ്തതിൻ്റെ പരിസമാപ്തിയാണ് പരിശുദ്ധമായ ഈദിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്കറിയാം, വിശ്വാസി സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അനർഘമായ രണ്ട് ആഘോഷ ദിനങ്ങളാണുള്ളത്. അതൊന്ന് ഈദുൽ അദ്ഹയും മറ്റൊന്ന് ഈദുൽ ഫിത്തറുമാണ്. പരിശുദ്ധമായ റമദാൻ പൂർത്തിയായി ഈദുൽ ഫിത്തറിലേക്ക്, ചെറിയ പെരുന്നാളിലേക്ക് വിശ്വാസി സമൂഹം കടന്നു പോകുകയാണ്. ത്യാഗത്തിൻ്റെ, നന്മയുടെ, സുഹൃതത്തിൻ്റെ, ആത്മനിവൃത്തിയുടെ ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ റമദാൻ സമാപിച്ച് ഈദുൽ ഫിത്തറിൻ്റെ പൊന്നമ്പിളി ലോകത്ത് ദൃശ്യമാകുമ്പോൾ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിലൂടെ നന്മയുടെ, സന്തോഷത്തിൻ്റെ രാവുകൾ കടന്നു വരികയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. വിശ്വാസികളെ, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ മാർഗത്തിൽ, സ്നേഹത്തിൻ്റെ മാർഗത്തിൽ, നന്മയുടെ സുഹൃതത്തിൻ്റെ വഴികളിൽ നിങ്ങൾ ചേർന്നു നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതേ വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന, വലാ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകൃത്യത്തിന്റെ, നന്മയില്ലാത്ത വഴികളിൽ, അരാജകത്തിന്റെ മാർഗങ്ങളിൽ നിങ്ങൾ ചേർന്നു നിൽക്കരുത്, രാജിയാകരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ, ഒരുമയുടെ, ഐക്യത്തിന്റെ, രഞ്ജിപ്പിന്റെ ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനം. പെരുന്നാളിന്റെ രാവിലും പെരുന്നാളിന്റെ പകലിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നാണ് പരിശുദ്ധമായ ഈദുൽ ഫിത്തർ. ആ ഈദുൽ ഫിത്തറിനെ വേണ്ട രൂപത്തിൽ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പെരുന്നാളിന്റെ രാപ്പകലുകളിൽ വരാൻ പാടില്ലാത്ത തിന്മകൾ കടന്നു വരരുത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മൻ അസാ യൗമൽ ഈദ്, ആരെങ്കിലും പെരുന്നാളിന്റെ സുദിനത്തിനോട്, ഈദുൽ ഫിത്തറിനോട്, ഈദുൽ അദ്ഹയോട് ആരെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ, പെരുന്നാളിന്റെ ദിനത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ, ഫകഅന്നമാ അസാ യൗമൽ വഈദ്, കരാറിന്റെ ദിവസം, ഖിയാമത്ത് നാളിന്റെ അന്ന്, അന്ത്യനാളിന്റെ ആ ദിവസത്തോട് അതിക്രമം പ്രവർത്തിച്ചവനെ പോലെയാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹിതരെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, പെരുന്നാളിന്റെ രാപ്പകലുകൾ സുഹൃതത്തിനു വേണ്ടി, നന്മക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഭക്തി നിർഭരമായി നമ്മൾ മാറ്റിവെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ജഗന്നിയന്താവായ അല്ലാഹു, അള്ള ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പരിശുദ്ധ പ്രവാചകർ ഓർമ്മപ്പെടുത്തിയ രൂപത്തിൽ പരിശുദ്ധമായ പെരുന്നാളിന്റെ സുദിനത്തെ വേണ്ടതുപോലെ സുഹൃതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
സഹോദരന്മാരെ വിശ്വാസികളെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ കരാറിൻ്റെ ദിവസത്തോട് അഥവാ ഖിയാമത്ത് നാളിനോട് അതിക്രമം കാണിച്ചവനെ പോലെയാണ് എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്?